സൊസൈറ്റിയുടെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ വിശദീകരണം തരുവാനായിട്ട് ബാജി സാർ പറഞ്ഞതുപോലെ തന്നെ ഹൈറിച്ചിന് വേണ്ടി തന്നെ ഇപ്പോ ജീവിതം മാറ്റിവെച്ച് എങ്ങനെയെങ്കിലും നമ്മുടെ ഹൈറിച്ചിനെ തിരിച്ചു കൊണ്ടുവരണം, നമ്മുടെ വരുമാനവും ജോലിയും നമുക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള തീരുമാനത്താൽ ഇറങ്ങിത്തിരിച്ച് എന്നും ഇതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന നമ്മുടെ സെക്രട്ടറി ബിനീഷ് കുമാർ സാറിനെ തൃശ്ശൂരുള്ളതാണ് ഏറ്റവും സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം ബിനീഷ് കുമാർ സാർ. ഓക്കെ, താങ്ക് യു. വളരെ സന്തോഷം. മോളിമേഡം ഞാൻ വളരെ നല്ല രീതിയിൽ ഞാൻ വീഡിയോ ഓണാക്കാൻ പറ്റുന്നില്ല, ഇവിടെ റേഞ്ചിന് പറ്റിയ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓണാക്കാത്തത്. വളരെ നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദിയുണ്ട്. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അല്ലേ, നമ്മുടെ ബാജി സാറ് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം വിശദമായി അവതരിപ്പിച്ചു. അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് ബിനീഷ് കുമാറാണ്. ഞങ്ങൾ ഇത് സെക്രട്ടറി ആവാനുള്ള കാരണമൊക്കെ പറഞ്ഞു. ഞാനൊരു സെക്രട്ടറി ആവാനുള്ള വലിയ യോഗ്യതയുള്ള ഒരാളൊന്നുമല്ല, എങ്കിലും ഈ കേസിന്റെ ആരംഭം തൊട്ട് ഇന്ന് വരെ എന്നും കോടതി പോയിക്കൊണ്ടിരുന്ന കുറച്ച് വ്യക്തികളുണ്ടായിരുന്നു. അതിലൊരാളാണ് ഞാൻ. അപ്പൊ അവിടെ വെച്ച് ഞങ്ങൾ കൂടി ഇങ്ങനെ പല വിഷമങ്ങൾ പങ്കുവെച്ചപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള അതൊക്കെ ബാജി സാർ വിശദമായിട്ട് പറഞ്ഞു. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഞങ്ങൾ ഈ ഒരു സംഭവമായിട്ട് ന്യൂട്രൽ പോയി അവരോട് സംസാരിച്ചു. അവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഈ സൊസൈറ്റിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് അവർ ഞങ്ങളോട് പറയുകയും ഈ നാളെ അവരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിങ്ങിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമ്മളോട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒരു സൊസൈറ്റി, ഈ സമൂഹത്തിന് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ 16 ലക്ഷം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഇന്ന് ആരും ഇവിടെ ഇല്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ സൊസൈറ്റിയുടെ പ്രസക്തി എന്ന് പറയുന്നത്. വെറും 42 FIR വന്നിട്ട് ഈ 42 FIR ആകാൻ ഈ 1.5 വർഷമായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കി 16 ലക്ഷം പേരും ഇവിടെ ചിത്രത്തിലില്ല. പക്ഷെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഒന്നിനും പോകാൻ പറ്റില്ല. പക്ഷെ ഈ സൊസൈറ്റിക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒന്ന്, നമുക്കൊരു മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കണമെങ്കിലോ, അല്ലെങ്കിൽ കളക്ടറേറ്റിൽ ഒരു പിക്കറ്റിംഗ് നടത്തണമെങ്കിലോ, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിക്ക് പരാതി കൊടുക്കണമെങ്കിലോ, അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് വേണമെങ്കിലും നമുക്ക് ഈ സൊസൈറ്റി വഴി ചെയ്യാൻ സാധിക്കും. ഈ സൊസൈറ്റി പ്രസക്തി എന്ന് ഞങ്ങൾ പലരോടും സംസാരിച്ചപ്പോൾ, എൻ്റെ പേഴ്സണൽ ഞാൻ വക്കീലായിട്ട് സംസാരിച്ചപ്പോൾ നിങ്ങളിത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നമ്മൾ വൈകിട്ടില്ല. കാരണം ഇപ്പോഴാണ് ശരിക്ക് ആത്മാർത്ഥമായിട്ട് ഹൈറിച്ച് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉള്ളത്. അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇപ്പൊ പലരും, ഞാൻ നേരത്തെ പറഞ്ഞു, പല നെഗറ്റീവ് മെസ്സേജുകൾ ഇതിൽ വരുന്നുണ്ട്. പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഇന്ന് ചങ്കോട് ചേർത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നം കണ്ട ഒരു ജീവിതം എനിക്ക് ഹൈറിച്ച് തന്നെ. ഞാനൊരു വാഹനം, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു വാഹനം വാങ്ങി 23 ഡിസംബർ 2-ാം തീയതിയാണ് എൻ്റെ വാഹനം എനിക്ക് കിട്ടിയത്. പക്ഷെ 7-ാം തീയതി നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ഇപ്പൊ 15 മാസമായി ഏകദേശം. പക്ഷെ ഇന്ന് വരെ ദൈവം ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട്. എങ്കിലും ഞാൻ പ്രതാപ് സാറിനായാലും ശ്രീരമേടത്തിനായാലും പലപ്പോഴും പേഴ്സണലായിട്ട് ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അവർക്കും ഈ കമ്പനി തിരിച്ചു വരുന്ന 100% ആഗ്രഹമുണ്ട്. അവരും അതിനുവേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മളും കൂടി നമ്മുടേതായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് വലിയൊരു അനുഗ്രഹമായി മാറും. ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല, സമയം ഒരുപാട് വൈകിട്ടുണ്ട്. എന്നെ ഈ ഒരു സെക്രട്ടറി സ്ഥാനത്ത് ഞാൻ ഒരു രാജിക്കത്ത് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഞാൻ ചെയ്യും. നമുക്ക് ഒരുമിച്ച് നിൽക്കാം, മുന്നോട്ട് പോകാം. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഐക്യമത്യ മഹാബലം എന്നാണ് പറയുന്നത്. നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് ആത്മാർത്ഥമായിട്ട് ചങ്കിത്തൊട്ട് ഞാൻ പറയുകയാണ്. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. എല്ലാവർക്കും നമ്മുടെ കമ്പനി തിരിച്ചു വരട്ടെ. ജയ് ഹൈറിച്ച്. താങ്ക് യു വെരി മച്ച്. ഇപ്പോ നമ്മളോട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യവും പ്രസിഡന്റ് സംസാരിച്ചതിന് ശേഷം അതിന് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ ബിനീഷ് സാർ നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ചു. സെക്രട്ടറിയാണ്, അദ്ദേഹത്തിനും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നന്ദി പറയാം. പിന്നെ ഒരുപാട് അനാവശ്യ മെസ്സേജുകളും നമ്മുടെ ചാറ്റ് ബോക്സിൽ വരുന്നുണ്ട്. ചാറ്റ് ബോക്സ് ഓഫ് ആക്കാണ്ടിരിക്കുന്നത് തന്നെയാണ്. എന്തൊക്കെയാണ് നിങ്ങൾ ഇടുന്നതെന്ന് അറിയാലോ എന്ന് കരുതിയിട്ട് നിങ്ങൾ ആവശ്യമുള്ളതൊക്കെ വിട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞതിലും വലുതൊന്നും ഇനി ഇതിൽ വരാനില്ല. കാരണം ഞങ്ങൾ കുറെ പേര് കേൾക്കേണ്ടത് മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട് തന്നെയാണ് വിളിക്കുന്നത്. അതിൽ യാതൊരു വിഷമവും ഇല്ല. നിങ്ങളത് എന്തായാലും അധികം നാളില്ല, നമുക്ക് എന്തായാലും ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനി തിരിച്ചു വരിക തന്നെ ചെയ്യും. എന്ന് എപ്പോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ അവിടെയുള്ളൂ. ആര് വേണമെങ്കിലും നമുക്ക് ഇനി നമ്മുടെ പ്രസിഡന്റ് ആയിട്ട് ബാജി സാർ വന്നു, സെക്രട്ടറി ആയിട്ട് ബിനീഷ് സാർ വന്നു, വൈസ് പ്രസിഡന്റുമാരായിട്ട് നമ്മുടെ മുസ്തഫ സാറുണ്ട്, പിന്നെ ഞാനുണ്ട്, എൻ്റെ പേര് മോളി ജോസഫ്, ഞാൻ തൃശ്ശൂരാണ് എൻ്റെ വീട്. പിന്നെ ജോയിന്റ് സെക്രട്ടറിമാരായിട്ട് സൂരജ് സാറുണ്ട്, ഡീജ മേഡുണ്ട്, പിന്നെ നമുക്ക് അനീഷ് ബാബു സാർ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിലുണ്ട്, അനീഷ് ബാബു സാറുണ്ട്, പിന്നെ നമ്മുടെ രാജൻ സാറ് ട്രഷററാണ് നമ്മുടെ, പിന്നെ സുഭാഷ് സാറ്, ഡീജ മേഡം, ബിനുമാരാർ സാറ്, അങ്ങനെ ഒരുപാട്, ഡീജ മേഡം,
സഫീറ മേഡം, അങ്ങനെ ഷാജഹാൻ സാറ്, രാജീവ് സാറ്, രാജേഷ് സാറ്, സുനിൽ സാറ്, രാകേഷ് സാറ്, അങ്ങനെ ഒരുപാട് 21 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അടങ്ങുന്ന നമ്മുടെ ഒരു സൊസൈറ്റിയാണിത്. ഈ 21 പേര് ഒരുപാട് അഹോരാത്രം എന്ന് തന്നെ പറയാം പ്രവർത്തിച്ച് ഒരു 4 മീറ്റിങ്ങോളം തൃശ്ശൂർ തന്നെ വന്നു കൂടി. അതിൽ നിന്ന് നമ്മൾ വേണ്ട നിർദ്ദേശങ്ങൾ നമ്മൾ നിയമപാലകരെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് തന്നെയാണ് ഒരു സൊസൈറ്റി എങ്ങനെയെല്ലാം രൂപം കൊള്ളണം, എന്തൊക്കെയാണ് അതിന്റെ മാനദണ്ഡങ്ങൾ എല്ലാം നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഈ സൊസൈറ്റി രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആര് എന്ത് പറഞ്ഞാലും ഒരു സൊസൈറ്റിയുടെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് നമ്മുടെ എല്ലാ സാരഥികൾക്കും അറിയാം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മോടൊപ്പം സഹകരിച്ച് നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ടുള്ള, നമുക്ക് എന്നും ഹൈറിച്ചിന് വേണ്ടി എത്ര അസുഖങ്ങളും രോഗങ്ങളും ബാധ്യതകളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വിനുമാരാർ സാർ നമ്മോടൊപ്പം എപ്പോഴും നിർദ്ദേശകനായും നമ്മുടെ ഉപദേശകനായും എന്നും പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനും എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകണം എന്ന് കാണിക്കാനും ഒക്കെയായി പറഞ്ഞു തരാനുമായിട്ട് വിനുമാരാർ സാർ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന്റെ 2 വാക്ക് കൂടി നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ തന്നെ കേൾക്കാം. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം വിനുമാരാർ സാർ.